ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ്റെ ഐ ആൻഡ് വിഷൻ എന്ന ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നോക്കുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഐനെ കുറിച്ചാണ്. അതായത് ഐൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐൻ്റെ സ്ട്രക്ചർ. ഇതിൽ കാണുന്ന കംപ്ലീറ്റ് വാക്കുകളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സാധനം കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മളുടെ ലെൻസ്. ഇതാണ് നമ്മളുടെ ലെൻസ്. ഈ ഒരു ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. നമ്മളുടെ കണ്ണിൽ ഏത് തരം ലെൻസ് ആണുള്ളത്? കോൺവെക്സ് ലെൻസ് ആണുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ലെൻസ് ഉണ്ട്. ഈ ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു മസിൽ ഉണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ആളുണ്ട്. ഇയാളുടെ പേരാണ് സിലിയറി മസിൽസ്. എന്താണ്? സിലിയറി മസിൽസ്. അപ്പൊ നമ്മളിപ്പോ രണ്ടാൾക്കാരെ പഠിച്ചു. ഒന്ന് ഏതാണ്? ലെൻസ് ഉണ്ട്. നമ്മളുടെ കണ്ണിനകത്ത് ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ തന്നെ ഈ നമ്മളുടെ ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു മസിൽ ഉണ്ട്. ആ ഒരു മസിലിന്റെ പേരാണ് സിലിയറി മസിൽ. സിലിയറി മസിൽ. ഓക്കെ. ഇനിയിപ്പോ ഇങ്ങനെ ലൈറ്റ് വരികയാണെന്ന് വിചാരിക്കുക. ലൈറ്റ് ഇങ്ങനെ നമ്മളുടെ കണ്ണിലേക്ക് വന്ന് ആദ്യം പ്യൂപ്പിളിലേക്കും ഇങ്ങനെ കോർണിയ വഴിയൊക്കെ ഇങ്ങനെയൊക്കെ വരും. അതൊന്നും നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താ? ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ഈ ഒരു ലെൻസിലേക്ക് എൻറ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. കോൺവെക്സ് ലെൻസ് ആണല്ലോ അല്ലെ? കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ? യെസ്, അത് കൺവേർജ് ചെയ്യും അല്ലെ? അപ്പൊ ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ലെൻസ് ലൈറ്റിനൊക്കെ എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ലൈറ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അല്ലെ? ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗം ഉണ്ട് അല്ലെ? ഈ ഒരു ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മളുടെ റെറ്റിന. എന്താണ്? റെറ്റിന. ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളുടെ ഐന് ഒരു ലെൻസ് ഉണ്ട്. ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഈ ലെൻസിനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നത് സിലിയറി മസിൽസ് ആണ്. അപ്പൊ ഒരു ലൈറ്റ് നമ്മളുടെ ലെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? ലൈറ്റിനെയൊക്കെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും അല്ലെ? ഈ ഒരു ബ്ലാക്ക് ലൈനിങ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ ഒരു ഭാഗത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റിനെ കൺവേർജ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് റെറ്റിന. എന്താണ്? റെറ്റിന. അപ്പൊ ഈ റെറ്റിനയിൽ കുറേ എന്തുണ്ട്? നെർവ്സ് ഉണ്ടാവും. അപ്പൊ ആ നെർവ്സ് വഴിയാണ് എന്ത്? നമ്മളുടെ ഒപ്റ്റിക് നെർവ് വഴി നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്? കാണാനായിട്ട് പറ്റുന്നത്. എന്താണ് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം? എന്താണ്? കോൺവെക്സ് ലെൻസ് ഉണ്ട്. പിന്നെ എന്താണ്? ഈ ലെൻസിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആളാരാണ്? സിലിയറി മസിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ അല്ലേ, എവിടെ വന്ന് ഫോൾ ചെയ്യണം ലൈറ്റ് ഒക്കെ? റെറ്റിനയിൽ വന്ന് ഫോൾ ചെയ്യണം അല്ലേ? ലൈറ്റ്സ് ഒക്കെ റെറ്റിനയിൽ വന്ന് ഫോൾ ചെയ്യണം. അപ്പൊ ഇത്രയാണ് എന്ത്? നമ്മളുടെ കണ്ണിന്റെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. ഐ ആൻഡ് വിഷൻ. We can see the beautiful sights in nature with the help of our eyes. നമ്മളുടെ ഈ ഒരു നാച്ചുറലുള്ള പല പല ഭംഗിയുള്ള കാര്യങ്ങളും നമുക്ക് കാണാനാവുന്ന എന്തുകൊണ്ടാണ്? നമ്മളുടെ കണ്ണ് കൊണ്ടാണ്. ഹൗ ഡസ് ഐ ഇനാബിൾ വിഷൻ? എങ്ങനെയാണ് കണ്ണ് വിഷൻ സാധ്യമാക്കുന്നത്? Take a convex lens of focal length 10 centimeter. Place a burning candle at a distance of 20 centimeter away from the lens. Adjust the position of the screen to get a clear image of the flame. ഇവിടെ നിങ്ങൾക്ക് ഒരു കോൺവെക്സ് ലെൻസ് കാണാനായിട്ട് പറ്റും. 20 സെന്റിമീറ്റർ അകലെയായിട്ട് ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ? ഇതിന്റെ ബേക്കിൽ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട് അല്ലെ? ബേക്കിൽ ഒരു സ്ക്രീനും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഏതോ ഒരു ഭാഗത്ത് വെച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഈ ഒരു ഇമേജ് സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും.
ഒബ്സർവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ അറേഞ്ച്മെന്റ് യൂസ്ഡ് ഹിയർ ടു ഫോം ദി ഇമേജ്. ഇവിടെ എന്താണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു 10 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉണ്ട്, ഒബ്ജക്റ്റിലേക്ക് 20 സെന്റിമീറ്റർ അകലവും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ലൈറ്റ് അല്ലെ, ഈ ഒരു മെഴുകുതിരിന്റെ ഇത് ഈ ഒരു നമ്മളുടെ ലെൻസിലേക്ക് വന്ന് ഫോൾ ചെയ്ത് കൺവേർജ് ചെയ്യുന്ന പോയിന്റിലാണ് കാൻഡിലിന്റെ ഇമേജ് കിട്ടുക അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? സ്ക്രീൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. In the same way, an image of an object is formed in our eyes. ഇതേപോലെ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ കണ്ണിന്റെ അകത്ത് വെച്ചും സംഭവിക്കുന്നത്. നമ്മൾ കണ്ണിന്റെ സ്ട്രക്ചർ പഠിച്ചതാണ് അല്ലെ. ഇതാണ് നമ്മളുടെ കണ്ണ്. കണ്ണിൽ എന്തുണ്ട്? ഒരു ലെൻസ് ഉണ്ട്. എന്ത് ലെൻസ് ആണുള്ളത്? കോൺവെക്സ് ലെൻസ് ആണുള്ളത്. പിന്നെ ഈ ലെൻസിനെ പിടിച്ചു നിർത്തുന്ന ആൾ ആരായിരുന്നു? നമ്മളുടെ സിലിയറി മസിൽസ് ആണ് അല്ലെ. സിലിയറി മസിൽസ് ആണ്. അപ്പോൾ ഇത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് കോൺവെക്സ് ലെൻസ് വഴി വന്ന് അത് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും അല്ലെ. ഏതായിരുന്നു ആ പോയിന്റ്? യെസ്, നമ്മളുടെ റെറ്റിന. റെറ്റിനയിലാണ് ഇത് ഫോളോ ചെയ്യുന്നത് അല്ലെ. ഇതേ സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് നമ്മളുടെ കണ്ണിലും നടക്കുന്നത്. Compare the image formation in the experiment with the image formation in the eyes. Write down the similar parts which contribute to the image formation in both cases. ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ. ഇവിടെ ഒരു ലെൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കണ്ണിലും എന്തുണ്ട്? ഒരു ലെൻസ് ഉണ്ട്. പിന്നെ ഇവിടെ സ്ക്രീനിലാണ് നമ്മളുടെ ഇമേജ് വന്ന് വീഴുന്നത്. ഇവിടെ എവിടെയാണ് നമ്മളുടെ ഇമേജ് വന്ന് വീഴുന്നത്? റെറ്റിനയിലാണ് ഇമേജ് വന്ന് വീഴുന്നത് അല്ലെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. Now try changing the position of the object to a distance 30 centimeter from the lens. Is a clear image formed on the screen now? ഇനി എന്താ പറയുന്നത്? ആദ്യം ഇത് തമ്മിലുള്ള അകലം 20 സെന്റിമീറ്റർ ആയിരുന്നു. ഇനി ഈ മെഴുകുതിരി കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഒരു 30 സെന്റിമീറ്റർ അകലത്തിൽ വെച്ചെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലിയർ ഇമേജ് കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കിട്ടുമോ? ഇല്ല, നമുക്ക് കിട്ടില്ല. What do you replace the lens of focal length 10 centimeter with a lens of focal length 12 centimeter. ഇപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? 10 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ളതിന് പകരം ഒരു 12 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വെച്ചതിന് ശേഷം 30 സെന്റിമീറ്റർ അകലെയുള്ള ഇമേജ് കിട്ടുമോ ഇല്ലയോ? നമുക്ക് കിട്ടും അല്ലെ. കാരണം എന്താ? ഇവിടെ ഫോക്കൽ ലെങ്ത് മാറിയിട്ടുണ്ട് അല്ലെ. ഫോക്കൽ ലെങ്ത് മാറിയിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഒബ്ജക്റ്റിന്റെ അല്ലെ, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മാറും തോറും എന്താണ്? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മാറും തോറും നമ്മളുടെ കോൺവെക്സ് ലെൻസിന്റെ അല്ലെ, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. ആദ്യം 10 സെന്റിമീറ്ററും 20 സെന്റിമീറ്ററും ആയപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടി. പിന്നെ ഒബ്ജക്റ്റിന് 30 സെന്റിമീറ്റർ അകലെയും ഫോക്കൽ ലെങ്ത് സെയിം തന്നെ വെച്ച് 10 തന്നെ വെച്ച് അപ്പൊ നമുക്ക് ഇമേജ് കിട്ടുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആരെ ചേഞ്ച് ചെയ്യണം? നമ്മളുടെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സ്ക്രീനിൽ എവിടെയാണോ സ്ക്രീൻ വെച്ച് അവിടെ നമുക്ക് ഇമേജിനെ കിട്ടുകയുള്ളൂ അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ലെൻസിന്റെ അകത്തും. അടുത്തുള്ള ഇമേജ് ആയാലും ദൂരെയുള്ള ഇമേജ് ആയാലും ഒത്തിരി ദൂരെയുള്ള ഇമേജ് ആയാലും അതിനനുസരിച്ച് നമ്മളുടെ ലെൻസിന്റെ എന്തിനെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്? ഫോക്കൽ ലെങ്തിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെൻസ് എടുത്ത് കണ്ണിൽ വെക്കുക എന്നല്ല. എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഒരു ഫോക്കൽ ലെങ്ത്, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളുടെ സിലിയറി മസിൽസ് ആണ്. നമ്മളുടെ കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? സിലിയറി മസിൽസ് ആണ്. അത് നമുക്ക് നോക്കാം. What could be the reason for getting a clear image now? ഈ 12 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് വെച്ചപ്പോൾ എന്തായിരിക്കും നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടാനുള്ള കാരണം? Note that a clear image was obtained at the same position when a lens with a suitable focal length was used. അല്ലെ, 10 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത്തിന് പകരം 12 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഒരു ക്ലിയർ ഇമേജ് കിട്ടിയിട്ടുള്ളത്. When the object is placed at different positions, to get a clear image at the same position, the focal length of the lens must be adjusted accordingly. അല്ലെ, എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ?
ഒബ്ജക്റ്റിനെ എവിടെയും ആയിക്കോട്ടെ, ഡിഫറെന്റ് പൊസിഷനിലാണ് ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ കൂടി നമുക്ക് സെയിം പൊസിഷനിൽ നല്ല ക്ലിയർ ഇമേജ് കിട്ടണമെങ്കിൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ? യെസ്, നമ്മൾ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? ഫോക്കൽ ലെങ്ത്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൗ ആർ ഇമേജസ് ഓഫ് ഒബ്ജക്ട്സ് അറ്റ് ഡിഫറെന്റ് ഡിസ്റ്റൻസ് ഫോംഡ് ഓൺ ദി റെറ്റിന? നമ്മൾ ജസ്റ്റ് മുന്നേ എന്താണ് ഐയിലെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലെ, അതിൽ റെറ്റിനയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ സ്ക്രീന് പോലെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റെറ്റിന അല്ലെ, ഒബ്ജക്റ്റിന്റെ ഇമേജ് ഒക്കെ റെറ്റിനയിലാണ് വന്ന് ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് റെറ്റിനയിലെ ഒബ്ജക്ട്സ് അറ്റ് ഡിഫറെന്റ് ഡിസ്റ്റൻസ്, പല പല സ്ഥലത്ത് വെച്ച ഒബ്ജക്റ്റിന്റെ ഇമേജസ് ഒക്കെ റെറ്റിനയിൽ ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. ഇവിടെ എന്താ, നമ്മളുടെ ഐ ഉണ്ട്. ഇവിടെ ഏത് ലെൻസ് ആണുള്ളത്? നമ്മളുടെ കോൺവെക്സ് ലെൻസ് ആണുള്ളത്. ഇവിടെ എന്താണുള്ളത്? ഇതാണ് നമ്മളുടെ റെറ്റിന, ഇതാണ് ലെൻസ്. പിന്നെ എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ലെൻസിനെ പിടിച്ചു നിർത്തുന്ന ആളുടെ പേരെന്തായിരുന്നു? സിലിയറി മസിൽസ് ആയിരുന്നു അല്ലെ, സിലിയറി മസിൽസ്. അപ്പോ ഇവിടെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഉള്ളത് എന്ന് വിചാരിക്കും. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ലൈറ്റ് റേസ് ഇങ്ങനെ ഫാൾ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ദൂരം മാറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് ഇവിടെയാണ് ഉള്ളതെങ്കിൽ നമ്മളുടെ ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ എന്താണ്, ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആളാണ് നമ്മളുടെ സിലിയറി മസിൽസ്. എന്താണ്, നമ്മളുടെ കണ്ണിന്റെ അകത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആളുടെ പേരെന്താണ്? സിലിയറി മസിൽസ് ആണ്. അപ്പോൾ ഈ സിലിയറി മസിൽസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യും. എന്ത് ചെയ്യും? കൺട്രാക്റ്റും ചെയ്യും, കോൺട്രാക്റ്റും ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? റിലാക്സും ചെയ്യും. കോൺട്രാക്റ്റും ചെയ്യും, റിലാക്സും ചെയ്യും. അപ്പൊ ഈ കോൺട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ചും റിലാക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ടല്ലോ, ഈ കോൺവെക്സ് ലെൻസിന്റെ കോൺവെക്സ് ലെൻസിന്റെ കർവേച്ചറിന് മാറ്റം വരും. കോൺവെക്സ് ലെൻസിന്റെ കർവേച്ചറിന് മാറ്റം വരും. അപ്പോ ഈ ഒരു കോൺട്രാക്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ മസിൽസ് ഒക്കെ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കർവേച്ചർ ഉണ്ടല്ലോ, കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. എന്താണ്? കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ എന്ത് ചെയ്യും? കർവേച്ചർ കിട്ടും. ഇനി നേരെ മറിച്ച് ഈ ഒരു സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കർവേച്ചർ കുറവായിരിക്കും. കർവേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. കോൺട്രാക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മളുടെ ഐ ലെൻസിന്റെ കർവേച്ചർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഐ ലെൻസിന്റെ കർവേച്ചർ കൂടുതലായിരിക്കും. റിലാക്സ് ചെയ്യുകയാണെങ്കിൽ, സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ കർവേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. കർവേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പോലെ ഇല്ലേ? അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ നല്ലൊരു കർവേച്ചർ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് അത്ര നല്ല കർവേച്ചർ ഇല്ല അല്ലെ, ഇത് നല്ല കേർവ്ഡ് പോലെ ആയിട്ട് നല്ലൊരു ആയിട്ടാണല്ല. അപ്പോൾ ഇത് നല്ലൊരു കർവേച്ചർ ഉണ്ട്. ഇതാണെങ്കിലോ നല്ല കർവേച്ചർ ഇല്ല. അപ്പൊ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് സിലിയറി മസിൽസ് വലിക്കും തോറും എന്താ, കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഈ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ കർവേച്ചറിന് എന്താ സംഭവിക്കുന്നത്? കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സിലിയറി മസിൽസിന്റെ കോൺട്രാക്ഷൻ കാരണവും റിലാക്സേഷൻ കാരണവുമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ഈ ഒരു ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇങ്ങനെ മാറുന്നത് അല്ലെ. അപ്പൊ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിലും നമ്മളുടെ ആര് ആണ് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്നത്? നമ്മളുടെ സിലിയറി മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഐ ലെൻസിനെ കോൺട്രാക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോൺട്രാക്ട് ചെയ്യുന്നതിലൂടെയും റിലാക്സ് ചെയ്യുന്നതിലൂടെയും ഫോക്കൽ ലെങ്തിന് മാറ്റം വരുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് കുറയുകയും ചെയ്യുന്നുണ്ട്, കൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ചാണ് നമ്മളുടെ ഈ ഒരു റെറ്റിനയിലെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, this is made possible by changing the curvature of the lens in the eye with the help of ciliary muscles by changing the focal length. അല്ലെ, എന്താണ്? This is made possible by changing the curvature of the lens in the eye with the help of the ciliary muscles by changing the
ഫോക്കൽ ലെങ്ത്. അപ്പോൾ when the ciliary muscles contract, the curvature of the lens increases and the focal length decreases എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടുന്ന സിലിയറി മസിൽസ് അല്ലെ, സിലിയറി മസിൽസ് ആണ് നമ്മളുടെ ഐ ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സിലിയറി മസിൽസ് സങ്കോചിക്കുകയാണെങ്കിൽ, അതായത് കോൺട്രാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ കർവേച്ചറിന് എന്താ സംഭവിക്കുന്നത്? കർവേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. നല്ല കർവേച്ചർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്താണ്? കർവേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുന്നുണ്ട്. ഫോക്കൽ ലെങ്തിന് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നേരെ മറിച്ച് സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ കർവേച്ചറിന് എന്ത് സംഭവിക്കും? കർവേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. കർവേച്ചർ എന്താ? കുറഞ്ഞ് ഇങ്ങനെ ആയിപ്പോവും. അപ്പൊ ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഫോക്കൽ ലെങ്ത് എന്താ? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കണ്ണിൻ്റെ ഉള്ളിലെ എല്ലാ ഭാഗങ്ങളെയും പഠിക്കേണ്ട ആവശ്യമില്ല. കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ പാർട്ടാണ്? സിലിയറി മസിൽസ്, ലെൻസ്, റെറ്റിന. ലെൻസ് ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ് ആണ്. സിലിയറി മസിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐ ലെൻസിനെ പിടിച്ചു നിർത്തുന്ന ആള് അല്ലെ. അപ്പൊ എന്താ? കോൺട്രാക്ട് ചെയ്യണോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാ? നമ്മളുടെ സിലിയറി മസിൽസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റിന്റെ ദൂരം കൂടും തോറും അല്ലെ ദൂരം കുറയും തോറും നമ്മളുടെ കണ്ണിന്റെ അകത്ത് ഈ സിലിയറി മസിൽസ് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യിപ്പിക്കും. ആരെ? നമ്മളുടെ ലെൻസിനെ അല്ലെ. അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിലൂടെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ കർവേച്ചർ കൂടുന്നുണ്ട്, ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? കുറയുന്നുണ്ട്. സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ കർവേച്ചർ കുറയുന്നുണ്ട്, ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ. What change will occur in the curvature of the lens while looking at distant object? അല്ലെ, ദൂരെയുള്ള വസ്തുക്കളെ, എന്താണ്? ദൂരെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അധികം ഇങ്ങനെ സ്ട്രെയിൻ എടുക്കേണ്ടി വരുമോ? ഇല്ല. കുറച്ച് എന്താ, കണ്ണിനെ എന്ത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും? നമുക്ക് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. എന്താണ്? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് അല്ലെ, ദൂരെയുള്ള ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെയാണ് നോക്കുന്നതെങ്കിൽ നമ്മളുടെ സിലിയറി മസിൽസ് എന്താവും? സിലിയറി മസിൽസ് റിലാക്സ് ആണ് ചെയ്യുക. സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും. അപ്പം നമ്മളുടെ കർവേച്ചറിന് എന്ത് സംഭവിക്കും? കർവേച്ചർ കുറഞ്ഞിട്ട് ഫോക്കൽ ലെങ്തിന് എന്ത് ചെയ്യും? കൂട്ടും അല്ലെ. ഫോക്കൽ ലെങ്തിനെ കൂട്ടും. കാരണം എന്താ? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെയുള്ള ഒബ്ജക്റ്റിനെ കാണാൻ നമുക്ക് എന്ത് വേണം? ഫോക്കൽ ലെങ്ത് കൂടുതൽ വേണം അല്ലെ. ഫോക്കൽ ലെങ്ത് കൂടുതൽ വേണം. അപ്പോൾ സിലിയറി മസിൽസ് എങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യുക? സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും അല്ലെ. ഒബ്ജക്റ്റ് ഡിസ്റ്റന്റിലാണെങ്കിൽ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്തിട്ട് കർവേച്ചറിനെ എന്ത് ചെയ്യും? കുറക്കും. കർവേച്ചറിനെ കുറച്ചതിന് ശേഷമാണ് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. കർവേച്ചർ കുറയാന്ന് പറയുമ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്തിന് എന്താ സംഭവിക്കുന്നത്? ഫോക്കൽ ലെങ്തിന് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. വാട്ട് അബൌട്ട് ദ ഫോക്കൽ ലെങ്ത് വെൻ ദി കർവേച്ചർ ഡിക്രീസസ്? കർവേച്ചർ ഡിക്രീസ് ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് എന്താ സംഭവിക്കുന്നത്? ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ് അല്ലെ. ഫോക്കൽ ലെങ്ത് എന്താ സംഭവിക്കുന്നത്? ഇൻക്രീസസ്. അപ്പോൾ ഡിസ്റ്റന്റ് ആണെങ്കിൽ സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, കർവേച്ചർ കുറഞ്ഞിട്ട് ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യും? കൂട്ടും. ഇനി നിയർ ആണെങ്കിലോ? നമ്മൾ പഠിച്ച കാര്യം തന്നെ. എന്ത് ചെയ്യും? സിലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും അല്ലെ. കോൺട്രാക്ട് ചെയ്തിട്ട് കർവേച്ചറിനെ എന്ത് ചെയ്യും? കർവേച്ചറിനെ കൂട്ടിയിട്ട് ഫോക്കൽ ലെങ്തിനെ കുറക്കും. ദൂരെയുള്ള ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതൽ, നിയർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറവ് അല്ലെ. ഫോക്കൽ ലെങ്ത് കുറവാകുമ്പോൾ കർവേച്ചർ കൂടും. ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ കർവേച്ചർ കുറയും. റിലാക്സും ചെയ്യുന്നുണ്ട്, കോൺട്രാക്റ്റും ചെയ്യുന്നുണ്ട്. ആര്? നമ്മളുടെ സിലിയറി മസിൽസ്. ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. The ability of the eye to change the curvature of the lens and adjust the focal length so that the image of the object always falls on the retina regardless of the position of the object is the
പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നമ്മളുടെ കണ്ണിന്റെ കഴിവാണ് എന്തിനു വേണ്ടിയിട്ട്, നമ്മളുടെ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് നമ്മൾ കർവേച്ചർ ചേഞ്ച് ചെയ്യുന്നത്? ദൂരെയുള്ളതായിട്ടുള്ളതും അടുത്തുള്ളതായിട്ടുള്ളതും എവിടെ ആയിക്കോട്ടെ നമ്മളുടെ ഒബ്ജക്റ്റ്, എവിടെയുള്ള ഒബ്ജക്റ്റിനെയും നമുക്ക് എന്താ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ അത് എവിടെ ഫോൾ ചെയ്യണം, നമ്മളുടെ റെറ്റിനയിൽ തന്നെ ഫോൾ ചെയ്യണം. അങ്ങനെ റെറ്റിനയിൽ ഫോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളുടെ ഫോക്കൽ ലെങ്ത്, കണ്ണിന്റെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരു കണ്ണിന്റെ എബിലിറ്റി, കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ ഓഫ് അക്കമഡേഷൻ. എന്താണ് പവർ ഓഫ് അക്കമഡേഷൻ? ഒന്നുകൂടി നോക്കാം. ദ എബിലിറ്റി ഓഫ് ദി ഐ, കണ്ണിന്റെ കഴിവാണ് എന്തിന്, ടു ചേഞ്ച് ദി കർവേച്ചർ ഓഫ് ദി ലെൻസ്. എന്താ, ലെൻസിന്റെ കർവേച്ചർ മാറ്റാനുള്ള കണ്ണിന്റെ കഴിവ്. എന്തിന്? ആൻഡ് അഡ്ജസ്റ്റ് ദി ഫോക്കൽ ലെങ്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സോ ദാറ്റ് ദ ഇമേജ് ഓഫ് ദി ഒബ്ജക്ട് ഫോൾസ് ഓൺ ദി റെറ്റിന. റെറ്റിനയിൽ തന്നെ ഇമേജ് ഫോൾ ചെയ്യാൻ വേണ്ടി, റിഗാർഡ്ലെസ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി ഒബ്ജക്ട്. ഒബ്ജക്റ്റിന്റെ പൊസിഷനെ എവിടെ ആയാലും എന്ത് ചെയ്യണം, നമുക്ക് റെറ്റിനയിൽ കിട്ടണം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കണ്ണിലുള്ള സിലിയറി മസിൽസ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ദി പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദി ഐ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ. You have understood that due to the power of accommodation of the eye, a clear image of objects at different distance is formed on the retina itself. അല്ലേ, നമ്മളുടെ കണ്ണിന്റെ പവർ ഓഫ് അക്കമഡേഷൻ ഓഫ് ദി ഐ കാരണം എന്താ, നമുക്ക് എവിടെയുള്ള ഡിഫറെന്റ് ഡിസ്റ്റൻസ് ഉള്ള ഒബ്ജക്റ്റിനെ റെറ്റിനയിൽ തന്നെ കിട്ടാനായിട്ട് പറ്റുന്നുണ്ട്. വിൽ ക്ലിയർ ഇമേജസ് ബി ഫോംഡ് ഓൺ ദി റെറ്റിന വെൻ ഒബ്ജക്ട്സ് ആർ കെപ്റ്റ് വെരി ക്ലോസ് ടു ദി ഐ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കണ്ണിന്റെ ഭയങ്കര അടുത്തായിട്ട് ഒരു ഒബ്ജക്റ്റിന് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെറ്റിനയിൽ ക്ലിയർ ഇമേജ് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും, നമുക്ക് നോക്കി നോക്കാം. ട്രൈ റീഡിങ് എ ബുക്ക് ബൈ ഹോൾഡിങ് ഇറ്റ് ക്ലോസ് ടു യുവർ നോസ്. നിങ്ങളുടെ ഒരു ബുക്ക് എടുത്തിട്ട് മൂക്കിന്റെ അടുത്ത് വെച്ചിട്ട് വായിക്കാനായിട്ട് ശ്രമിച്ചു നോക്ക്. ക്യാൻ യു സീ ദ ലെറ്റേഴ്സ് ക്ലിയർലി? നിങ്ങൾക്ക് ലെറ്റേഴ്സ് കാണാനായിട്ട് പറ്റുമോ? ഇല്ല, നോ ആണ്. വാട്ട് ഇഫ് യു മൂവ് ദ ബുക്ക് എവേ? നമ്മൾ കുറച്ചും കൂടി ദൂരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ലെറ്റേഴ്സ് കാണാനാവോ? യെസ്, കുറച്ചും കൂടി ദൂരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഐ ക്യാൻ യു സീ ദ ലെറ്റേഴ്സ് ക്ലിയർലി? നിങ്ങളൊന്ന് ആദ്യം മൂക്കിന്റെ അടുത്ത് വെച്ച് വായിച്ചു നോക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഡിസ്റ്റൻസ്, കണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂട്ടി കൂട്ടി വന്ന് കുറച്ച് നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് വായിക്കാനാവുന്ന ആ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ട് ഒന്ന് സ്കെയിൽ വെച്ച് അളന്ന് നോക്ക്. അപ്പൊ അത് ഏകദേശം ഒരു 25 സെന്റിമീറ്റർ ആയിരിക്കും. എത്രയായിരിക്കും? ഏകദേശം 25 സെന്റിമീറ്റർ ആയിട്ടായിരിക്കും കിട്ടുക. മെഷർ ദിസ് ഡിസ്റ്റൻസ്. This distance is the least distance of distinct vision. The near point at which an object can be seen clearly is the near point. For healthy eyes, the minimum distance for clear vision is 25 centimeter. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് എന്താണ്, the distance, this distance is the least distance of distinct vision. നമുക്ക് മൂക്കിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുമോ? ഇല്ല. ഏകദേശം ഒരു 25 സെന്റിമീറ്റർ അകലെ. എത്രയാണ്? 25 സെന്റിമീറ്റർ അകലെ. എവിടെ നിന്ന്? കണ്ണിൽ നിന്ന് 25 സെന്റിമീറ്റർ അകലെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുന്നത്? ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഇത് കണ്ണും ഇതെന്താ, ആ ഒബ്ജക്റ്റും ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു ഏറ്റവും അടുത്തുള്ള ഡിസ്റ്റൻസ്, ഇതിനെയാണ് എന്ത് പറയുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് നിയർ പോയിന്റ്. എന്താണ്? നിയർ പോയിന്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഐന്റെ മിനിമം ഡിസ്റ്റൻസ് ഫോർ ക്ലിയർ ഡിസ്റ്റൻസ് അല്ലെ, മിനിമം ഡിസ്റ്റൻസ് ഫോർ ക്ലിയർ വിഷൻ എത്രയാണ്? 25
സെന്റിമീറ്റർ ആണ്. ഏറ്റവും ചെറിയ ദൂരം അല്ലെ, നമുക്ക് കാണാനാവുന്ന ഏറ്റവും ചെറിയ ദൂരം ഏതാണ്? 25 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്ട് ക്യാൻ ബി സീൻ ക്ലിയർലി? അങ്ങനെ മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. അത് എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാർദസ്റ്റ് പോയിന്റ്. എന്താണ്? ഫാർദസ്റ്റ് പോയിന്റ്, അല്ലെങ്കിൽ എന്താ, ഫാർ പോയിന്റ് എന്നും കൂടി പറയാനായിട്ട് പറ്റും. ഫാർദസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ആൻ ഒബ്ജക്ട് ക്യാൻ ബി സീൻ ക്ലിയർലി ഈസ് ദി ഫാർ പോയിന്റ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് കൺസിഡർഡ് ടു ബി എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? എന്താണ്? നിയർ പോയിന്റും ഉണ്ട്, ഫാർ പോയിന്റും ഉണ്ട്. നിയർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അത് എത്രയാണ്? 25 സെന്റിമീറ്റർ. നമ്മളുടെ കണ്ണിൽ നിന്നും ഒരു മിനിമം ഡിസ്റ്റൻസ്, ക്ലിയർ വിഷന് വേണ്ടിയിട്ട് ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ട്. അതാണ് എന്തെന്ന്? നിയർ പോയിന്റ്. ഫാർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആണ് അല്ലെ? മാക്സിമം ഡിസ്റ്റൻസിനാണ് എന്ത് പറയുന്നത്? ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വിൽ ദ നിയർ പോയിന്റ് ആൻഡ് ഫാർ പോയിന്റ് ബി അലൈക്ക് ഫോർ എവരി വൺ? എല്ലാവർക്കും നിയർ പോയിന്റും ഫാർ പോയിന്റും ഒരേപോലെ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആയിരിക്കുമോ? അല്ല. അതിന്റെ കാരണം എന്താണ്? നമ്മളുടെ കണ്ണിൽ ഓരോരുത്തർക്കും ഓരോരു ഫോക്കൽ ലെങ്ത്തും പവറും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ ഓരോരുത്തർ കാണുന്ന ഫാർ പോയിന്റും നിയർ പോയിന്റും വ്യത്യാസമായിരിക്കും. അപ്പൊ അതിൻ്റെ ആയിട്ട് കുറച്ച് ഡിഫക്ട്സ് വരുന്നുണ്ട്, കണ്ണിനുണ്ടാവുന്ന ഡിഫക്ട്സ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോന് ഭയങ്കര ലെങ്ത് കൂടുതലായിപ്പോൾ, അതുകൊണ്ട് അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും